ഉപവാസം നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു സ്വകാര്യ ഉടമ്പടിയാണ്. നിങ്ങൾക്ക് രഹസ്യമായി ഉപവസിക്കാം, ആരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ പള്ളിയിലോ മറ്റേതെങ്കിലും വ്യക്തിയുടെ കൂടെയോ ഒരുമിച്ച് ഉപവസിക്കാം. സത്യത്തിൽ ഉപവാസം എന്ന് പറയുന്നത് എന്താണ്? ഇത് ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടി എടുക്കുന്നതല്ല, ആരോഗ്യപരമായ കാരണങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുന്നതുമല്ല. ആത്മീയ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസം പലതരത്തിലുണ്ട്. ഉപവാസം ഒരു ബൈബിൾ അച്ചടക്കമാണ്. അത് ആരെയും ആത്മീയമായി മെച്ചപ്പെടുത്താനും ദൈവത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന യോദ്ധാവാക്കാനും സഹായിക്കും. ഉപവാസ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ ദൈവം ശ്രദ്ധിക്കുന്നു. ഉപവാസത്തിൽ നിങ്ങളുടെ മനോഭാവം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ ഒരു സ്ത്രീയോട് തനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾ അംഗീകരിക്കുന്നത് അവൻ എത്ര വലിയൊരു കവിത പഠിച്ചിട്ട് വന്ന് പറയുന്നു എന്നതിലല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തെ കണ്ടിട്ടാണ്. അതേ ഉപവാസത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉപവസിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഉപവസിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഉപവാസത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷേ ഏത് വിഷയത്തിനാണ് ഉപവസിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ചെറുപ്പക്കാരനായ ദാവീദ് ഗോലിയാത്തിനെ നേരിട്ട സമയത്ത് ബാക്കി ഇസ്രായേലി പട്ടാളക്കാരായ ആരും തന്നെ ആ ഭീമനെ നേരിടാൻ ആഗ്രഹിച്ചില്ല. അവർ യുദ്ധം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ എല്ലാവരും ദാവീദിനോട് വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും ദാവീദ് പിന്മാറിയില്ല. ആ ഭീമനെ നേരിടാൻ അദ്ദേഹത്തിന് ശക്തമായ ഒരു കാരണം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു എന്നല്ല, കാരണങ്ങൾ മനസ്സിലാക്കി ഉപവസിക്കുക. ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണോ കാരണങ്ങൾ അതൊരു കടലാസിൽ എഴുതുക. നിങ്ങൾ ആ കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുമ്പോൾ അത് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഉപവസിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കും, പക്ഷേ ആ കാരണങ്ങൾ സമയമെടുത്ത് എഴുതുക. ആ പോയിന്റ്സ് കാണുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഉപവാസം നന്നായി പ്ലാൻ ചെയ്യുക. ഉപവാസം പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ അല്ലെങ്കിൽ അശ്രദ്ധമായ മനോഭാവത്തോടെ ചെയ്യരുത്. നിങ്ങളുടെ വിഷയത്തിൽ മറുപടി കിട്ടുവാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ ആ വിഷയത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഉപവാസം എടുക്കരുത്. ചിലർ ഉപവാസത്തെക്കുറിച്ച് പറയാറുള്ളത് വിശപ്പ് സഹിക്കാൻ കഴിയുന്നതുവരെ നോക്കട്ടെ എന്ന്. പിന്നീട് വിശപ്പിൻ്റെ അസ്വസ്ഥത നന്നായിട്ടുണ്ടാകുമ്പോൾ അവർ ആ ഉപവാസം ഉപേക്ഷിക്കും. നന്നായി പ്ലാൻ ചെയ്ത ശേഷം മാത്രം ഉപവാസം എടുക്കുക. ദൈവകൃപയുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉപവാസത്തിൽ ഏർപ്പെടുന്നത്. ഇനി നമുക്ക് ഏത് സമയത്ത് ഉപവസിക്കണം എന്നതിനെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ ഉപവാസത്തിൻ്റെ ദൈർഘ്യത്തെയോ വിവിധ ഘട്ടങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപവാസം തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ വിശേഷ ദിവസങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉപവാസം എടുക്കുന്നത് ഉചിതമല്ല. ക്രിസ്മസ്, വിവാഹങ്ങൾ, അങ്ങനെ പലതും. എന്ത് തരം ഉപവാസം നിങ്ങൾ എടുത്താലും അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുവെപ്പാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.